നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. ആദിലയും നൂറയും കൂടെ ഷാനവാസിനെ പുറകിൽ നിന്ന് കുത്തിരിക്കുകയാണ്. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് വീക്കെൻഡ് വരെ. അതായത് ലാലേട്ടൻ വന്ന് ഷാനവാസിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ആ ഒരു സമയം വരെ അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഒരു ബ്രദറിനെ പോലെയായിരുന്നു. പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനത്താണ് ഷാനവാസിക്ക എന്നൊക്കെ ആദിലയും നൂറയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഷാനവാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് ഇങ്ങനെ അടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം എപ്പോഴും ഒരു പേഴ്സണൽ ആയിട്ട് എടുക്കുന്നതാണ്. അതൊരു ബിഗ് ബോസ് ഷോ ആണ് എന്ന് പലപ്പോഴും ഷാനവാസ് അത് മറക്കുന്നുണ്ട്. ആ ഒരു ആദിലയും നൂറയുമായിട്ടുള്ള ബന്ധം ഷാനവാസിനെ അത്രയും വിശ്വാസത്തോടെ കൊണ്ടുപോയ, അതായത് അവര് പിന്നിൽ നിന്ന് കുത്തില്ല ചതിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിരുന്ന ഒരാളായിരുന്നു ഷാനവാസ്. പക്ഷെ ആ ഒരു വിശ്വാസം ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഷാനവാസിന് മനസ്സിലായി, ഇന്ന് നോമിനേറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ ആദിലയും ഉണ്ടെന്ന്. അത് മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്ത് ആദില പലരോടും സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരു വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഷാനവാസിനോടും ഇന്ന് വൈകിട്ട് സംസാരിക്കുകയുണ്ടായി. ആ ഒരു ഈ കാര്യത്തിൽ നിന്നാണ് ഷാനവാസിന് മനസ്സിലായത് തന്നെ നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി ആദിലയാണെന്ന്. അത് കൃത്യമായിട്ട് ഷാനവാസിന് മനസ്സിലായി. ആ ഒരു തിരിച്ചറിവ് ഷാനവാസിന് നല്ലോണം വേദനിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പല തെറ്റുകളും ഞാനിങ്ങനെ ഉള്ളിലൊതുക്കി എക്സ്പോസ് ചെയ്യാതെ കൊണ്ടുപോയിരുന്നു. അത് നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ പുറകിൽ നിന്ന് ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ സങ്കടത്തോടെ അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിനുശേഷം അനീഷിനോടൊക്കെ വന്നിങ്ങനെ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം, അതായത് ആദില കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളല്ല ഷാനവാസിക്കെ നോമിനേറ്റ് ചെയ്തത് എന്ന്. പക്ഷെ ആദില കൺഫെഷൻ റൂമിൽ ആദ്യം പറഞ്ഞ പേര് ഷാനവാസിൻ്റെത് തന്നെയായിരുന്നു. അതിന് ഞെട്ടിക്കുന്ന പല കാരണങ്ങളും പറഞ്ഞു. ഒരു സുഹൃത്തിനോടെന്ന പോലെ ഷാനവാസ് പലതും ഈ ആദിലയോടും നൂറയോടും തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഈ ഷാനവാസ് അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് വെറും, അതായത് അത്ര ഒരു ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ വേണ്ടി അത് ആ ഒരു സൗഹൃദം കൊണ്ടുപോകുന്നതാണ്. പുറത്തു പോയാൽ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ ഷാനവാസ് ഈ ആദിലയോടും നൂറയോടും ഷെയർ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളടക്കം കൺഫെഷൻ റൂമിൽ വന്നിട്ട് ആദില ഇങ്ങനെ തുറന്നടിച്ച് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള വിശ്വാസവഞ്ചന തന്നെയാണ്. കാരണം ആദിലയോടും നൂറയോടും അത്രയ്ക്കും ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞത്. അവര് തന്റെ പെങ്ങന്മാരാണ്, അല്ലെങ്കിൽ അവരെ മക്കളെ പോലെയാണ് എന്നൊക്കെ കരുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇവരുടെ ഭാഗത്ത് നിന്നും ഈ ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഷാനവാസിനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതൊരു ഗെയിം ഷോ ആണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് എന്നുള്ള ഒരു കാര്യമൊന്നും ഷാനവാസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവരെ അത്രയ്ക്കും ഷാനവാസ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഷാനവാസിന് ഈ ഷോയിൽ ഷാനവാസിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഈ ആദിലയോടും നൂറയോടുമുള്ള ഈ ഒരു സൗഹൃദം ഒരു വല്ലാത്ത ഒരു എന്താ പറയാ, വേറൊരു രീതിയിലേക്ക് പലപ്പോഴും പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സൗഹൃദം ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഷാനവാസിന് ചിലപ്പോൾ ഇത്രയും സങ്കടം ഉണ്ടാവില്ല. ഇവിടെ അനീഷും ഷാനവാസും ഒക്കെ പരസ്പരം ഓപ്പൺ ആയിട്ട് തന്നെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അവർക്കിടയിലുള്ള ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ആദിലയും നൂറയും അതുപോലെ ആയിരുന്നില്ല ഷാനവാസ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നോമിനേഷനൊക്കെ കഴിഞ്ഞ് അവസാനം വൈകുന്നേരം ചില സംസാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആദിലയുടെ വായിൽ നിന്നും ആ ഒരു മെയിൽ ഷോഫനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ കൃത്യമായിട്ട് ഷാനവാസിനെ അത് റീഡ് ചെയ്യാൻ പറ്റി. ആദിലയാണ് ആ ഒരു നോമിനേഷൻ ചെയ്തതെന്ന്. ആദില മറ്റു പലരോടും പറയുന്നുണ്ട്, ഞാനല്ല ചെയ്തത്, ഇക്കയുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പക്ഷെ ആദില അവിടെ ഗെയിം കളിക്കുകയാണ്. മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ പോയി പറയുന്നുണ്ട് ഷാനവാസിക്ക് നോമിനേറ്റ് ചെയ്തിട്ടില്ല. സ്പെഷ്യലി ലക്ഷ്മിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു വഴക്കിന് ശേഷം. അപ്പോൾ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഞാനല്ല ചെയ്തത്, അതായത് എന്റെ നോമിനേഷൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പുറത്ത് ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷേ പ്രേക്ഷകരായ നമുക്ക് മനസ്സിലാവും, കൺഫെഷൻ റൂമിൽ പോയി തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ആദില പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട്, ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നോമിനേറ്റ് ചെയ്തതിനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ഒരുപാട് ക്ലൂകൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ആങ്ങള പെങ്ങള് ഈ ഒരു ഗെയിം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലൂകൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലാസ്റ്റ് വീക്കെൻഡ് ഷാനവാസ് ഏറി തന്നെയായിരുന്നു, നിലത്തോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ കാരണം ഷാനവാസിന്റെ കൂടെ നടന്നു കഴിഞ്ഞ് ഇനി കൂടുതൽ നെഗറ്റീവ് ആകുമോ എന്നുള്ള ഒരു പേടി കൂടെ ഈ ആദില നൂറ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് തന്നെ ഇവർ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് കണ്ടാലും നമ്മൾ തുറന്നടിച്ച് സംസാരിക്കണം. അന്ന് അതായത് ആ ഒരു വീക്കെൻഡിൽ ചെറിയൊരു വഴക്ക് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. ഒരു ഷാനവാസ് ആദിലയെ തല്ലിയിരുന്നു. അതിനൊന്നും പ്രതികരിച്ചില്ല. കാരണം ആ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായത് കൊണ്ടാണ് അതിനൊന്നും ആദില പ്രതികരിക്കാതിരുന്നത്. ആ ഒരു സംഭവങ്ങളൊക്കെ ലാലേട്ടൻ ചോദ്യം ചെയ്തു. അപ്പൊ അതൊക്കെ ഇവർക്ക് മനസ്സിലായി, ഇതൊരു നെഗറ്റീവായിട്ടാണ്
മുമ്പോട്ട് പോകുന്നത്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ ഷാനവാസുമായിട്ടുള്ള ഈ ഒരു ബന്ധം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇന്ന് രാവിലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആദിലും നൂറയും അങ്ങനെ ഷാനവാസിനോട് സംസാരിക്കാൻ പോകുന്നില്ല. ഒരു അകൽച്ച രാവിലെ മുതലേ ഉണ്ടായിരുന്നു. നോമിനേഷൻ വന്നപ്പോൾ കൃത്യമായിട്ട് ആദില അത് എല്ലാം എടുത്ത് തുറന്ന് സംസാരിച്ചു. അതായത് ഷാനവാസിന്റെ പല രഹസ്യങ്ങളും അവിടെ തുറന്നടിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ഇവരെ തിരിച്ച് പലപ്പോഴും പല സന്ദർഭങ്ങളിലും സേവ് ചെയ്തതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് നെവിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ ആദിലയും നൂറയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പരമാവധി ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അങ്ങനെ വലിച്ചു കീറാൻ വേണ്ടി. കാരണം അവരായിരുന്നു നെവിന്റെയും ഷാനവാസിന്റെ വിഷയമൊക്കെ തുറന്നടിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചർച്ച ഒക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഷാനവാസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും തനിക്കെതിരെ മൂവ് ചെയ്യുന്നുണ്ട്, തനിക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നത് അവർക്കൊരു ഭീഷണിയാണ്, എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇവര് ശ്രമിക്കുന്നത് എന്നൊക്കെ ഷാനവാസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് വല്ലാത്തൊരു വിഷമം ഷാനവാസിന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നോമിനേറ്റ് ചെയ്യുന്നത് പറയുന്നത് സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, ആ വീട്ടിൽ നിൽക്കാൻ യോഗ്യതയില്ല, പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ചാണല്ലോ നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്തായാലും ഷാനവാസിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. എന്തായാലും ഇവര് ഈ ഒരു ഗെയിം സ്പിരിറ്റിലെടുത്ത് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഇവരുടെ ഈ ഒരു ആംഗ്ലാപെങ്ങൾ കോംബോ ഇന്നത്തോടെ കൂടി അവസാനിച്ചിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ഇനി അതൊക്കെ 3 ആഴ്ച കൂടെയുള്ളൂ. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിച്ച് നല്ല ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഒരു 100 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കും. എസ്പെഷ്യലി ഷാനവാസിൽ ആദിലയും നൂറയും കാര്യത്തിൽ അത്ര ഉറപ്പില്ല. എന്തായാലും നെക്സ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സിനുള്ളിൽ എവിക്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഷാനവാസിന് ഒരു 100 ഡേയ്സ് അല്ലെങ്കിൽ ടോപ്പ് 5 എത്താനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞ വീക്കിലെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇനിയെങ്കിലും തുടർന്നുള്ള എപ്പിസോഡിൽ നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ടോപ്പ് 5 എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ആദിലയും നൂറയും ഷാനവാസും തമ്മിലുള്ള വിഷയത്തിൽ കാരണം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് താഴെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക.